ഹായ് എവരിവൺ, ശിവദൻ ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളിലേക്ക് പല മാറ്റങ്ങളും യൂണിവേഴ്സായിട്ട് കൊണ്ടെത്തിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ആ മാറ്റം? നിങ്ങളെ പുതിയ ഒരാളായി കാണണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്ന് നോക്കാം. ഇവിടെ ഓവറോൾ എനർജിയിൽ വന്നതും ഏറ്റവും കപ്പിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ആ വേദനയിൽ നിന്ന് പുറത്ത് കടക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വേദന അത് താൽക്കാലികം മാത്രമാണ്. അത് നിങ്ങളെ പല മാറ്റത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ആ വേദന നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന അത് സഹിച്ചേ മതിയാവൂ. അതുകൊണ്ട് നിങ്ങൾക്ക് പല പാഠങ്ങളും മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട്. അത് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പല കാര്യങ്ങളും പഠിച്ച് നിങ്ങൾ പൊരുതി നേടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിജയത്തിൻ്റെ മാധുര്യം തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് യൂണിവേഴ്സ് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന സ്ട്രഗിളിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടന്നാൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് പോകാൻ സാധിക്കും. അതുകൊണ്ട് പലതിൽ നിന്നും മാറിപ്പോകാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് തന്നെയെങ്കിലും ഈ വിഷമങ്ങളൊക്കെ മാറ്റി നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആകുക. ഇത്തരം വിഷമങ്ങൾ മനസ്സിൽ വെച്ച് ആ ഒരു അവസ്ഥയിൽ തന്നെ ഇരിക്കാതെ പുറത്തേക്ക് കടക്കാനാണ് പറയുന്നത്. ഇവിടെ വന്ന് പഴയ ഓർമ്മകളിൽ ഇരിക്കുന്നതായിട്ടാണ്. പഴയ ഓർമ്മകൾ നിങ്ങൾക്ക് എത്രയോ നല്ലൊരു ജീവിതം ജീവിച്ച വ്യക്തികൾക്കാണ് ഈ ഒരു അവസ്ഥ വന്നത്. കണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജീവിതത്തിൽ എന്തൊക്കെയോ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് നിങ്ങൾക്ക് മുക്തി നേടാൻ കഴിയുന്നില്ല. ആ ഓർമ്മകളിൽ ഇരിക്കുന്നു. നിങ്ങളോട് പറയുന്നത് അതിൽ നിന്ന് പുറത്ത് കടക്കാനാണ്. ഇവിടെ കാണുന്നത് ഒരുപാട് വഴക്കും പ്രശ്നങ്ങളും നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു നിങ്ങളുടേത്. നിങ്ങൾ ഇപ്പോഴും അത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വേണേൽ പറയാം. മറ്റുള്ളവർ നിങ്ങളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ എതിർത്ത് നിൽക്കുന്നു, തടസ്സം നിൽക്കുന്നു. ആഗ്രഹിച്ച രീതിയിൽ ഒരു ജീവിതം, ഏത് രീതിയിലായാലും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു, വഴക്കും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു. അത് ഫാമിലിയിലായാലും അത് ജോലി സംബന്ധമായ പ്രശ്നങ്ങളിലായാലും റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നങ്ങളായാലും വെറുതെ വഴക്കും ബഹളങ്ങളും ഉണ്ടാവുന്ന ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഈ പ്രശ്നത്തിന് ഒരു കാര്യമില്ല എന്നാണ് കാണുന്നത്, ആവശ്യമില്ലാതെയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തുന്നുണ്ട് എന്നിവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഉറച്ച തീരുമാനമാണ് എടുക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ മാറണം, ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളോട് ഈ വഴക്കിടുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തികളാണ്. നിങ്ങളുടെ കൂടെ തന്നെ നിർത്തിയ വ്യക്തികളാണ്. നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാകും എന്ന് വിചാരിച്ചിരുന്ന വ്യക്തികളാണ്. ആ വ്യക്തികളാണ് നിങ്ങളോട് വഴക്കും പ്രശ്നങ്ങളും ഒരുപാട് സന്തോഷകരമായി ജീവിച്ച ഒരു സാഹചര്യത്തിൽ ഉള്ള വ്യക്തികളായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. അത് ഈ ഫ്രണ്ട്സിൻ്റെ ഇടയിലായാലും ഏത് ഒരു റിലേഷൻ ഫാമിലിയിലായാലും ഒക്കെ ഒരു നല്ലൊരു ബന്ധം, നിങ്ങൾ അത്രയും നല്ല രീതിയിൽ കെയർ ചെയ്ത വ്യക്തികളാണ് ഇപ്പോൾ വഴക്കും പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നവിടെ കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ ഉറച്ചൊരു തീരുമാനം എടുക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, മുന്നോട്ടുള്ള ഒരു ജീവിതം സക്സസ് ആവണം, ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് നിങ്ങളിലേക്ക് ആ ഒരു പ്രാർത്ഥനയുടെ ഫലം കിട്ടുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം അത് നിങ്ങളിലേക്ക് വരേണ്ട ആ സ്നേഹം തടഞ്ഞു നിർത്താനായിട്ട് വ്യക്തികളുള്ളതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അവരെയും നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തികൾ തന്നെ. നിങ്ങൾ എല്ലാവരെയും സ്നേഹിച്ച വ്യക്തികൾ, നിങ്ങൾ ആരെയും വെറുത്തിട്ടില്ല, എല്ലാവരെയും സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്ന് ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നത് പ്രശ്നങ്ങളാണ്. ഇത്തരം വ്യക്തികളുമായി നിങ്ങൾ ഒരുപാട് സന്തോഷിച്ച സമയങ്ങളുണ്ട്, പല തീരുമാനങ്ങളും എടുത്ത സമയങ്ങളുണ്ട്.
പക്ഷേ നിങ്ങൾക്ക് അവിടെ ഒരു ചീറ്റിംഗ് ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ട്രാപ്പിൽ പെട്ടൊരവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയുന്നില്ല. ഇത്തരം വ്യക്തികൾ ഇങ്ങനെ ആണല്ലോ ചെയ്തത് എന്നുള്ള ഒരു തോന്നൽ മനസ്സിൽ വരും. അല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരും കൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അത് ഈ വ്യക്തികളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പം അവർ നിങ്ങളെ ട്രാപ്പിൽ പെടുത്തുന്ന ഒരു എനർജിയോടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ മുന്നോട്ടുള്ള ഒരു ഉയർച്ച ആഗ്രഹിക്കാത്ത വ്യക്തികൾ. അതുകൊണ്ടാണ് ആ പല തടസ്സങ്ങളും ഒരു ബ്ലാക്ക് എനർജി വരുന്നത്. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ആ പ്രാർത്ഥനയ്ക്ക് ഫലം കിട്ടാത്തത് അതുകൊണ്ടാണ്. ഇതിന് തടസ്സം നിൽക്കുക, ബ്ലാക്ക് എനർജി ഉണ്ടാക്കുക, ഒരു കണ്ണേറ്, ദൃഷ്ടിദോഷം, ഇത്തരം സാഹചര്യങ്ങളിലൂടെ നിങ്ങളെ കൊണ്ടുപോകുക. അതുകൊണ്ട് നിങ്ങൾ ട്രാപ്പിൽ പെട്ട ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിലൂടെ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന വ്യക്തികളായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. പുതിയ തുടക്കങ്ങൾ ഉണ്ടാവണം. ആ ഒരു തുടക്കത്തിന് വേണ്ടി നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാര്യത്തിന് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഫലം കിട്ടും എന്ന് മനസ്സിൽ ചിന്തിക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കും. കാരണം നിങ്ങൾ അത്രയ്ക്ക് റിസ്ക് എടുക്കുന്നുണ്ട്. ആഗ്രഹിച്ച ആ ഒരു ജീവിതം ശരിയായി കിട്ടാൻ വേണ്ടി നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നതിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളിവിടെ നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് പല കാര്യങ്ങൾക്കും വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾ പഴയ ആ ഒരു രീതിയിലേക്ക് എത്താൻ വേണ്ടി നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ കുറച്ചുകൂടെ ക്ഷമിക്കേണ്ടതായിട്ടുണ്ട്, കുറച്ചുകൂടെ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ അത്രയും ആഴത്തിൽ പതിഞ്ഞ ഒരു കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ചുകൂടെ ക്ഷമയോടെ കാത്തിരിക്കൂ. അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വരും. അത്രയ്ക്ക് ഒരു മനസ്സുറപ്പോടെയാണ് നിങ്ങൾ നിൽക്കുന്നത്, അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ട്. അതുകൊണ്ട് ആ ഒരു കാര്യം തീർച്ചയായും നിങ്ങൾ ഈ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് മാറി നിങ്ങൾ പുതിയ ഒരു ജീവിതത്തിലേക്ക് കടക്കുന്ന ഒരു സമയം നിങ്ങൾക്ക് വരും എന്ന് ഇവിടെ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു ഫാമിലിപരമായ ഒരു ഐക്യം, കുടുംബത്തിൽ ഒരു ഐക്യം ഉണ്ടാകും. പേരൻസുമായോ കുട്ടികളുമായോ എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി മുന്നോട്ട് പോകുന്ന ഒരു കാര്യം, സെപ്പറേഷനിൽ നിൽക്കുകയാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു അവസരം, പിണങ്ങി പിരിഞ്ഞു നിൽക്കുന്നവർക്കൊക്കെ ഒരു നല്ല ഒരു റിയൂണിയൻ ഉണ്ടാകുന്ന ഒരു അവസരമായിട്ട് അവിടെ കാണാൻ സാധിക്കുന്നത്. പല മാറ്റങ്ങൾ, അത് സാമ്പത്തിക അഭിവൃദ്ധിയോട് കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. അത്രയും നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആഗ്രഹിച്ച സാമ്പത്തിക രീതിയിലേക്ക് കുടുംബത്തോടെ സന്തോഷത്തോടെ കുടുംബത്തിൽ ഒരു ഐക്യം കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സിന് സന്തോഷം തരുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നിവിടെ കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുവരെ എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്ത് എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ ചെയ്ത് എല്ലാവരെയും കൺട്രോളിൽ കൊണ്ട് നടന്നു അങ്ങനെയുള്ളൊരു വ്യക്തിയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഇനിയും അങ്ങനെയൊരു ജീവിതം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ മനസ്സിൽ എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരും ഒത്തൊരുമയിൽ കൊണ്ടുപോകണം, എല്ലാവർക്കും വേണ്ട കാര്യങ്ങൾ ചെയ്തു നോക്കി. ചിലപ്പോൾ നിങ്ങൾ ഈ ഫാമിലിയിൽ തന്നെയാണെങ്കിൽ ഏറ്റവും മുതിർന്ന വ്യക്തിയാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഫാമിലിയുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കി നടത്തേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കായിരിക്കാം. അല്ലെങ്കിൽ അത് ഒരു ഓഫീസിലാണെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ കൺട്രോളിൽ കൊണ്ടുപോകും നിങ്ങളായിരിക്കും. ഒരു നല്ല ഗവൺമെൻറ് ജോലി, നല്ല പവറുള്ള വ്യക്തിയായിരിക്കും, വാക്കിനും പ്രവൃത്തിക്കും വിലയുള്ള വ്യക്തികളായിരിക്കാം. അതുകൊണ്ട് ആ ഒരു സാഹചര്യം നിങ്ങൾ വിട്ടുമാറാൻ, എന്തൊക്കെ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ ആ കൺട്രോൾ നിങ്ങൾ വിട്ടു പോകില്ല എന്ന് തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ഫാദറിനെ പോലെ അല്ലെങ്കിൽ ആ ഒരു മെന്റർ പോലെ നിങ്ങൾ എല്ലാവരെയും എല്ലാവരുടെ കാര്യങ്ങളും നോക്കി നടത്തുന്ന ഒരു വ്യക്തി. ആ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നന്നായിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആഗ്രഹിച്ച ഒരു ജീവിതം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എത്രയൊക്കെ പവറുള്ള വ്യക്തികളാണെങ്കിലും നിങ്ങൾ ഇത്തരം ഒരു സിറ്റുവേഷൻ, നിങ്ങളെ അകറ്റി നിർത്തുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ, നിങ്ങൾ ഒഴിവാക്കിപ്പെടുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ നിങ്ങൾ ഒരുപാട് ഉള്ളൊലിയുന്ന വേദനയാണ് അനുഭവിച്ചു കൊണ്ടിരുന്നത് എന്നവിടെ കാണുന്നത്. മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും
ഒക്കെ വേണ്ടിയാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട് ഇനി സ്വന്തം കാര്യങ്ങളും കൂടെ നോക്കണം എന്ന്. സ്ഥിര സ്വന്തം കാര്യങ്ങൾ നോക്കാത്ത ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്ത് കൊടുത്ത് ഒക്കെ നിന്ന് സ്വന്തം കാര്യം വന്നപ്പോൾ ആരും ഇല്ലാത്തൊരവസ്ഥ, എല്ലാം നഷ്ടപ്പെട്ടു പോയൊരവസ്ഥ ഇപ്പൊ ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെയൊന്നും ആയാൽ ശരിയാവില്ല എന്ന്. ജീവിതത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് നിറഞ്ഞ ജീവിതത്തിലൂടെ കടന്നു പോയത്, അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് പല ഉപദേശങ്ങളും പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാനൊക്കെ കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെ ഇവിടെ കാണുന്നത്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഒറ്റപ്പെടലിന്റെ ഒരു സാഹചര്യമാണ് കാണുന്നത്. ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ചിലപ്പോൾ പ്രാർത്ഥനയോടെ ഇരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ അമ്പലങ്ങളിലൊക്കെ പോകുന്നുണ്ടാവും, മനസ്സമാധാനം കിട്ടാൻ വേണ്ടി. അത്തരമൊരു എനർജിയോടെ കാണാൻ സാധ്യതയെ നിങ്ങളുടെ എനർജിക്ക് ചേരാത്ത വ്യക്തികളുടെ കൂടെ ആയിരിക്കും ചിലപ്പോൾ ഉള്ളത്. അല്ലെങ്കിൽ പല കാര്യങ്ങളും മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ വേണ്ടി എല്ലാത്തിൽ നിന്നും മാറി പ്രാർത്ഥനയോടെ ഇരിക്കുന്നുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ കൂടെ തന്നെ ഉണ്ടായിരുന്നവർ എല്ലാവരും കൂടെ ചേർന്ന് ഒറ്റപ്പെടുത്തിയൊരവസ്ഥ, അതിനെ നേരത്തെ ഇവിടെ കുറച്ച് കണ്ടത്. എല്ലാവരും കൂടെ ചേർന്ന് ഒറ്റപ്പെടുത്തിയൊരവസ്ഥ ഫസ്റ്റിലുള്ളത്. അതുകൊണ്ടാണ് ഒരു മനസ്സമാധാനം കിട്ടാത്തത്. ഇപ്പം ജസ്റ്റിസിന് വേണ്ടി ജസ്റ്റിസും ജഡ്ജ്മെന്റും വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റിസിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, ജഡ്ജ്മെന്റിന് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവാനുഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും ദൈവാനുഗ്രഹമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും ഫലമുണ്ട്. ആഗ്രഹിച്ച കാര്യത്തിലേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കടക്കാൻ സാധിക്കും എന്നിവിടെ കാണുന്നുണ്ട്. നിങ്ങളിപ്പോൾ ബുദ്ധിപരമായി ചിന്തിക്കേണ്ട ഒരു സമയമാണ്. നിങ്ങളുടെ കൂടെയുള്ളവരെ മനസ്സിലാക്കേണ്ട ഒരു സമയമാണ്. പല കാര്യങ്ങളും നിങ്ങൾ അറിഞ്ഞിട്ട് അറിയാത്ത രീതിയിൽ നിൽക്കുന്ന ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ മറ്റുള്ളവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ ഒരു ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ചെന്ന് പെടരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാത്തിൽ നിന്നും മാറി ഒറ്റയ്ക്കരുത്. പലതും മറ്റുള്ളവരുടെ കാര്യങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാ കാര്യങ്ങളും എല്ലാവരെയും മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറാം എന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടും എന്ന് തന്നെയാണ് കാണുന്നത്. പല കാര്യങ്ങളും മനസ്സിലിട്ട് ഒതുക്കി നിൽക്കുന്ന വ്യക്തികൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ അത്രയും പവറുള്ള വ്യക്തികളാണ്. ആ പവറിനനുസരിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കും. പക്ഷെ നിങ്ങളെ മറ്റുള്ളവർ ഓരോ സാഹചര്യത്തിൽ നെഗറ്റീവായ എനർജികൾ നിങ്ങളെ അത്തരമൊരു സാഹചര്യത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരണം നടക്കുന്നില്ല എന്നിവിടെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിരാശയാണ്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്ക് കടക്കാൻ കഴിയാത്തത് കൊണ്ട് നിങ്ങൾക്ക് നിരാശയാണ്. നിങ്ങളെ മനസ്സിലാക്കാൻ ആരുമില്ല, നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ ആരുമില്ല എന്ന ഒരു വിഷമം നിങ്ങൾക്ക് നന്നായിട്ടുള്ളതായിട്ട് കാണുന്നു. എന്ത് ചെയ്തിട്ടും ഒരു പ്രയോജനവും കിട്ടുന്നില്ല. കൂടെയുള്ളവർ മുഴുവൻ ഒരു നെഗറ്റീവായ വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഒരു മോചനം കിട്ടാൻ വേണ്ടി, ഇത്തരം ഒരു സാഹചര്യത്തിൽ സമാധാനം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വിഷമങ്ങൾ ആരോടും പറയാതെ ഒക്കെ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് നടക്കുന്നുണ്ടാവും. ആരെങ്കിലും അറിഞ്ഞാൽ ഉള്ള വിലയും നിലയും കൂടെ പോയി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആരോടും ഒന്നും പറയുന്നില്ല. മനസ്സിലിട്ട് എല്ലാ വേദനയും ഒതുക്കി നിർത്തുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതിനൊക്കെ ഒരു ജഡ്ജ്മെന്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ കിട്ടും എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ആഗ്രഹിച്ച ആ ഒരു ജഡ്ജ്മെന്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു ജീവിതം തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് പറയാം. ഈ അനുഭവിച്ചതിൽ നിന്ന് ഒരു മാറ്റം, പുതിയ മാറ്റം, നിങ്ങൾ ഒരുപാട് വേദനിച്ച വ്യക്തികളാണെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ പുതിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത്, നിങ്ങൾ എന്താണോ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്, ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അത് ആരിൽ നിന്നായാലും, നിങ്ങൾ ആർക്കാണോ നിങ്ങൾ സ്നേഹം കൊടുത്തുകൊണ്ടിരുന്നത് ആ ഒരു സ്നേഹം നിങ്ങൾക്ക് തീർച്ചയായും തിരിച്ച് കിട്ടും. നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഒരു സപ്പോർട്ട്, ദൈവാനുഗ്രഹമുണ്ട്, ഏഞ്ചൽ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് ആ പഴയ സന്തോഷം നിങ്ങളിലേക്ക് തന്നെ വീണ്ടും വരും എന്നിവിടെ കാണുന്നുണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്. അവരെല്ലാം അവരുടെ മനസ്സിലുള്ള ആ നെഗറ്റീവായ കാര്യങ്ങൾ മറന്ന് നിങ്ങളോട് സന്തോഷത്തോടെ സ്നേഹത്തോടെയും മുന്നോട്ട് പോകാൻ കഴിയും. അല്ല, അവർ നിങ്ങളിലേക്ക് വരും എന്നിവിടെ കാണുന്നുണ്ട്.